യുവേഫ നേഷൻസ് ലീഗിൽ ഫ്രാൻസിന് ജയം. കരുത്തന്മാരുടെ അംഗത്തിൽ ബെൽജിയത്തെ 2-0 ഫ്രഞ്ച് പട വീഴ്ത്തിയത്. കോലോ മുവാനിയും ഒസ്മാൻ ഡെംബലയുമാണ് ഫ്രാൻസിനായി സ്കോർ ചെയ്തത്. സൂപ്പർ താരങ്ങളായ എംബാപ്പിയെയും ഗ്രീസ്മാനെയും ബെഞ്ചിൽ ഇരുത്തിയാണ് ദഷാഫ്സ് ഫ്രഞ്ച് ടീമിനെ കളത്തിലിറക്കിയത്. നേഷൻസ് ലീഗിൽ ആദ്യ മത്സരത്തിൽ ഫ്രാൻസ് ഇറ്റലിയോട് 3-1 പരാജയപ്പെട്ടിരുന്നു. കളി തുടങ്ങിയ ആദ്യ 20 മിനിറ്റിൽ തുടർ മുന്നേറ്റങ്ങളിലൂടെ ഫ്രാൻസിനെ ബെൽജിയം വിറപ്പിച്ചെങ്കിലും വീണുകിട്ടിയ അവസരങ്ങളൊന്നും മുതലാക്കാൻ ബെൽജിയത്തിന് സാധിച്ചില്ല. എംബാപ്പ ഇല്ലാതെ ഇറങ്ങിയ ഫ്രാൻസ് ബെൽജിയത്തിന്റെ മുന്നേറ്റങ്ങളെ ഒന്നൊന്നായി തടുത്തിട്ടു. പതിയെ മത്സരത്തിന്റെ കടിഞ്ഞാൺ ഫ്രാൻസ് ഏറ്റെടുക്കുകയും ചെയ്തു. വേഗതയേറിയ കൗണ്ടർ അറ്റാക്കിങ്ങിലൂടെ ബെൽജിയം ഗോൾ മുഖം വിറപ്പിച്ച ഫ്രാൻസ് കിട്ടിയ ആദ്യ അവസരം ഗോളാക്കി മാറ്റുകയും ചെയ്തു. കളിയുടെ 27ാമത്തെ മിനിറ്റ് റീബൗണ്ടായി കിട്ടിയ ബോൾ സമയം കളയാതെ കോലോ മുവാനി ബെൽജിയത്തിന്റെ പോസ്റ്റിലേക്ക് അടിച്ചു കയറ്റി. ഗോൾ വീണതിനു ശേഷം ബെൽജിയം വീണ്ടും പൊരുതിയെങ്കിലും അവരുടെ മുന്നേറ്റങ്ങളെ ഫ്രാൻസ് ഡിഫൻസ് സമർത്ഥമായി തടുത്തു. ലോയിസ് ഒപ്പൻഡയും ഡി ബ്രൂയിനും ഡോഡി ലുക്ബാക്കിയോവും ചില മുന്നേറ്റങ്ങൾ നടത്തിയെങ്കിലും ഫ്രാൻസ് ഡിഫൻസ് കരുതലോടെ നേരിട്ടു. ആദ്യ പകുതിയിൽ ഒരു ഗോളിന് മുന്നിട്ട് നിന്ന ഫ്രാൻസ് രണ്ടാം പകുതിയിൽ കരുതലോടെയാണ് കളത്തിലിറങ്ങിയത്. വേഗതയേറിയ കൗണ്ടർ അറ്റാക്കിങ്ങിലൂടെ ബെൽജിയത്തെ നേരിട്ട ഫ്രാൻസ് അധികം താമസിയാതെ ഗോൾ ഇരട്ടിപ്പിക്കുകയും ചെയ്തു. മത്സരത്തിന്റെ 57ാമത്തെ മിനിറ്റിൽ കാണ്ടെ നൽകിയ അസിസ്റ്റിൽ നിന്നും ഒസ്മാൻ ഡെംബലെ ഫ്രാൻസിന്റെ ലീഡ് ഇരട്ടിയാക്കി. രണ്ട് ഗോളിന് മുന്നിട്ട് നിന്ന ശേഷമാണ് ആദ്യ 11-ൽ ഇല്ലാതിരുന്ന കിലിയൻ എംബാപ്പയെ മത്സരത്തിന്റെ 67ാമത്തെ മിനിറ്റിൽ കോലോ മുവാനിയെ പിൻവലിച്ച് കോച്ച് കളത്തിലിറക്കിയത്. പകരക്കാരനായി വന്ന എംബാപ്പയ്ക്ക് ഗോൾ നേടാനുള്ള അവസരങ്ങൾ ലഭിച്ചെങ്കിലും ലക്ഷ്യം കാണാൻ കഴിഞ്ഞില്ല. ഈ ജയത്തോടെ ഫ്രാൻസ് 2 കളികളിൽ നിന്നും 1 ജയവും 1 തോൽവിയുമായി ഗ്രൂപ്പിൽ 2ാം സ്ഥാനത്താണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.